വാഴച്ചുണ്ട് കൊണ്ട് നിങ്ങൾ ബർഗർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നമസ്കാരം, കേരള ഈറ്റ്സിലേക്ക്. വാഴച്ചുണ്ട് ബർഗർ ഉണ്ടാക്കുന്നതിനായി നമുക്കൊരു 3-4 ഉരുളക്കിഴങ്ങ് വേണം. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വാഴച്ചുണ്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്തൊന്ന് പുരട്ടി എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇതുപോലെ വെള്ളത്തിലേക്ക് വീഴുന്ന 2 ക്യാപ്സിക്കം നമുക്ക് വേണം, 2 എണ്ണം. പിന്നെ സവാള വീണു, ക്യാരറ്റ് വീണു, തക്കാളി വീണു, അതെല്ലാം വേണം. ഇതുപോലെ സവാള നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കണം. കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നീട് ഇതേപോലെ നമ്മുടെ മുളക് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ക്യാപ്സിക്കം വട്ടത്തിൽ തന്നെ അരിയണം, കാരണം നമ്മൾ ബർഗർ വട്ടത്തിലാണല്ലോ. അപ്പോൾ വട്ടത്തിൽ തന്നെ നമ്മുടെ ക്യാപ്സിക്കം അരിയണം. നമ്മുടെ വെച്ചിരിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം, കാരണം ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വാഴക്കൂമ്പ് നമ്മുടെ കട്ട്ലേറ്റ് വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇത് ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തു. സവാളയും വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഒരു സ്റ്റവ് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ചീനിച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാളില്ലേ, അത് നമ്മുടെ വാഴച്ചുണ്ട് മൂപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഇതുപോലെ വാഴച്ചുണ്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ഇടുക, കുരുമുളക് പൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക. അതേ ഉപ്പിടാനായിട്ട് നിങ്ങൾ മറക്കരുത്. ചേർത്തു ഇത് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് വേവുമെങ്കിലും നമുക്കത് എറിഞ്ഞു പിടിച്ച മുട്ടയും തള്ളി നീക്കിയ റസ്കും വന്നു. റസ്ക് നമ്മൾ പൊടിച്ച് പരുവത്തിലാക്കി മുട്ട പൊടിച്ച് മിക്സിയിലാക്കി നമ്മുടെ ആവി ആവാഹിച്ച് കയറ്റിയ ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് പാകമായി. ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കും ഉരുളക്കിഴങ്ങ്. കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വാഴക്കൂമ്പ്, വേവിച്ച വാഴക്കൂമ്പ് അതിലേക്ക് ചേർക്കുന്നു. പിന്നീട് ഉപ്പ് നോക്കണം, ഉപ്പ് നോക്കാൻ മറക്കരുത്. ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തടവുക. അതിൻ്റെ അകത്തേക്ക് അത് വെച്ച് നല്ല ഷേപ്പായിട്ട് എടുക്കുക. പിന്നീട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന റസ്ക് ഉപയോഗിച്ചിട്ട് മുക്കിയെടുത്ത് വറുത്ത് പൊരിച്ചെടുക്കുക. ഈ സാധനം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഈ സംഭവം ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഒത്തിരി വറക്കണ്ട, കാരണം ഓൾറെഡി വേവിച്ച വാഴച്ചുണ്ടല്ലേ. ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്ത് എല്ലാം ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ബണ്ണില്ലേ അതൊന്ന് ചൂടാക്കി എടുക്കും. നമ്മളൊരു 8 ആകൃതിയിൽ മയോണൈസ് അങ്ങോട്ട് ചേർക്കുക. അതിൻ്റെ മേലേക്ക് തക്കാളി, ക്യാപ്സിക്കം, സവാള, പിന്നെ പാകമായിട്ടിരിക്കുന്ന നമ്മുടെ വാഴച്ചുണ്ട്. അതിൻ്റെ മേളിലേക്ക് ആകൃതിയിൽ മയോണൈസ് ചേർക്കുക. ക്യാരറ്റ് വന്നു, സവാള വന്നു, പിന്നെ ആകൃതിയിലുള്ള സാധനം. അതെങ്ങനെയെങ്കിലും നിങ്ങൾ കാണിച്ചോ, യാതൊരു കുഴപ്പമില്ല, കാരണം അത് കമത്തി ഇതുപോലെ കമത്തി വെക്കുകയാണ് നമ്മൾ. ബർഗർ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഇനും ഉണ്ടാക്കിയ ബീഫ് കട്ട്ലേറ്റിന്റെ ലിങ്ക് മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം കേരള ഈറ്റ്സ്.